ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ് കേൾക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഇറച്ചിച്ചോറ് റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പൈസസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് എന്താ ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പൊരിച്ച ഉള്ളി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടായതിന് അതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ 2 തക്കാളിയും ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പച്ചമുളക് ചതച്ചിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് 2 വലുതാണ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മുന്നേ ഇട്ട് തക്കാളിയൊക്കെ ഇടുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ വിട്ട് പോയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൊത്തമ്പാരി പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ബീഫ് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലോടും കൂടിയുള്ള ബീഫാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളകൊക്കെ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അരിയും കൂടി ഇതിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പിന്നെ ബീഫ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2-3 വിസിലാണ് ബീഫ് 3/4 ഭാഗം വന്നതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ബീഫിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ബീഫിന് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഞാൻ പിന്നെ അരി ഇടണ്ടല്ലേ, വെള്ളം ഉണ്ടായാലും പ്രശ്നമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ബീഫിന് വെള്ളം ഇറങ്ങും. ബീഫ് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ബീഫ് വെന്ത് നോക്കുന്നതൊന്നും. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് നമുക്ക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടാമത് മൂടി വെച്ചിട്ട് തന്നെ കുക്കറിൽ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരതൊക്കെ ഉണ്ടാക്കി നോക്കാം. ഞാൻ പിന്നെ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി കൊടുത്തതിന് ശേഷം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബീഫ് തന്നെ വേണമെന്നില്ല, ചിക്കനും കൂടി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം, ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇനി അരിയൊന്നും ഇല്ല കേട്ടോ. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ നെയ്ച്ചോറ്റിൻ്റെ അരിയാലും മതിയാവും. ബിരിയാണീൻ്റെ അരി, നെയ്ച്ചോറ്റിൻ്റെ അരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എന്നാലും മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫൊക്കെ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ചൂടോടെ കഴിക്കുമ്പോൾ കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.